ഇന്നത്തെ കിളിക്കൂട്ടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നിധി വന്ന് സുഭാഷിനടുത്ത് പറയാണ്, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. സുഭാഷ് പറയാണ്, അതുകൊണ്ടൊന്നുമല്ല മോളെ, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാറുണ്ട്. അത് കുഞ്ഞുനാൾ തൊട്ടേ അവരങ്ങനെയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്നത്തെയും പോലെ തന്നെ ഞാൻ വന്ന് പിടിച്ചു മാറ്റാൻ വന്ന്, അപ്പം അറിയാതെ അവൻ എൻ്റെ മുഖത്തടിച്ചതാ എന്ന് പറയാണ്. അതേ സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം മാത്രമേ പറയാവൂ. അച്ഛൻ അമ്മയെ കൊന്നതാണെന്ന് പറയുന്നു, ശരിയാണോ എന്ന് ചോദിക്കുകയാണ് നിധി. അപ്പം സുഭാഷ് ഇങ്ങനെ വിഷമത്തോടെ ആലോചിച്ചിട്ട് പറയാണ്, അങ്ങനെയാണ് പോലീസ് പറയുന്നത്, പക്ഷേ ഞങ്ങളാരും അത് വിശ്വസിച്ചിട്ടില്ല. സത്യം എന്താണെന്ന് അമ്മയ്ക്കും അച്ഛനും മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ പോലീസാണ് ഇങ്ങനെ പറഞ്ഞത് അച്ഛൻ അമ്മയെ കൊന്നതാന്ന്, ഞങ്ങൾക്കത് തോന്നുന്നില്ല എന്ന് പറയാണ്. ത്തേക്ക് ഭാസ്കരൻ പുറത്ത് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അങ്ങനെ നിധിയാണെങ്കിൽ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നിധിയെ കാണുന്ന ഭാസ്കരനാണെങ്കിൽ പോക്കറ്റിൽ നിന്നൊരു പൊതി എടുത്തുകൊണ്ട് വന്ന് നിധിക്ക് കൊടുക്കുന്നുണ്ട്. നിധി ആദ്യം വാങ്ങിക്കുന്നില്ല. എന്നാ നിനക്ക് കൊണ്ടുവന്നതാ, എനിക്ക് വേറെ ആരും ഇല്ല വാങ്ങിച്ചു കൊടുക്കാൻ എന്ന് പറയാണ്. അപ്പം നിധി അത് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ച് നിധി തുറന്നു നോക്കുമ്പോൾ അതിൽ നാരങ്ങ മിഠായി. നിധി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ കൊണ്ടുവന്ന പേപ്പറിൽ തന്നെ നിധി എന്തോ കാണുന്നുണ്ട്. നിധി അതെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒക്കെപ്പാടെ സങ്കടത്തിലും വിഷമത്തിലുമാണ്. കാരണം ഭാസ്കരൻ അമ്മയെ കൊന്ന് എന്നുള്ള കാര്യം നിധിയെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചിട്ടുണ്ട്. അതിന് സത്യമാണോ, ഇനി വീണ്ടും ഭാസ്കരൻ ആരെങ്കിലും കൊല്ലുമോ, തനിക്ക് അപകടം സംഭവിക്കുമോ എന്നുള്ള ടെൻഷൻ നിധിക്ക് നന്നായിട്ടുണ്ട്. രാവിലെ ആയി പുറത്തേക്ക് തുണിയൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്ക് ഭാസ്കരൻ അവിടെ നിന്ന് കത്താളിന് മൂർച്ച കൂട്ടുന്നു. ഇത് കണ്ടപ്പോഴത്തേക്ക് നിധിക്ക് പേടിയായി. എന്നിട്ട് പറയാണ്, നല്ലോണം വെട്ടണം, ഒറ്റ വെട്ടിന് രണ്ടായി മുറിയണം എന്നൊക്കെ ഭാസ്കരൻ പറയുന്നത് കേട്ടപ്പോഴത്തേക്ക് നിധി പേടിച്ചു പോയി. ആണെങ്കിൽ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഓടി അകത്തോട്ട് കയറാൻ വരുമ്പോഴത്തേക്ക് സുഭാഷ് ഇങ്ങോട്ട് വരികയാണ്. എന്താ മോളെ? ഏയ് ഒന്നുമില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ സുഭാഷ് വന്നിട്ട് ഭാസ്കരടുത്ത് ചോദിക്കുകയാണ്, അച്ഛൻ എന്തെങ്കിലും നിധിയെടുത്ത് പറഞ്ഞോ? ആ കുട്ടി വന്നത് പോലും ഞാൻ കണ്ടില്ല, ഞാനെന്ത് പറയാനാ? അച്ഛൻ എന്തിനാ ഈ രാവിലെ ഇതിൻ്റെ മൂർച്ച കൂട്ടുന്നത്? അതേ, ആ കുട്ടി വന്നിട്ട് നമ്മളിവിടെ ഇറച്ചിയൊന്നും വാങ്ങിച്ചിട്ടല്ലോ, അത് ഞായറാഴ്ച കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ വീട്ടിൽ രണ്ടാവണോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മൂർച്ച കൂട്ടുന്നത്. സുഭാഷ് അത് കേട്ടിട്ട് സുഭാഷ് അത് കയറി പോവുകയാണ്. നിധിയാണെങ്കിൽ മുറിയിൽ ചെന്ന് ടെൻഷനോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴാണ് നിധി ഓടി ചെന്ന് പേഴ്സ് നോക്കുമ്പോൾ പൈസയുണ്ട്. എന്നിട്ട് ആ പേപ്പർ എടുത്ത് വെച്ച് അതിനകത്തുള്ള ആ പേപ്പറും എടുത്ത് പേഴ്സ് വെച്ച് നിധി ഇറങ്ങിയാണ്. അപ്പോഴാണെങ്കിൽ സുഭാഷ് അങ്ങോട്ട് വന്ന് ചോദിക്കുകയാണ്, എവിടെ മോളെവിടെ പോകുന്നു? അതെ, ഞാൻ അമ്പലത്തിൽ പോകുന്നു. അപ്പോൾ രൂപേഷ് എന്നിട്ട് പറയാണ്, ഏട്ടത്തി ഞാൻ കുളിച്ചില്ലല്ലോ, ഒരു 10 മിനിറ്റ് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാടാന്ന് പറയാണ്. അല്ല ഏട്ടത്തി, ഞാനിപ്പം വരാം. പക്ഷെ നിധി കേൾക്കുന്നില്ല. നിധി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിധി അങ്ങ് പോവുകയാണ്. അപ്പോഴാണ് പുറത്ത് ഭാസ്കരൻ ആരോട്ടോ നടന്ന് ബഹളം വെക്കുന്നത്. ഭാസ്കരൻ്റെ അയ്യത്ത് നിന്ന് തേങ്ങ എടുത്തുകൊണ്ട് പോകുന്നു പറഞ്ഞാണ് ഭാസ്കരൻ ബഹളം വെക്കുന്നത്. അത് അയാൾ പറയുന്നത് ഭാസ്കരൻ്റെ ചേട്ടൻ പറഞ്ഞ് അതൊക്കെ എടുത്തോളാം. അപ്പം ഭാസ്കരനാണെങ്കിൽ അയാളായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുവാണ്. ഇതെൻ്റെ വസ്തുവാണ്, ഞാൻ അറിയണം എൻ്റെ വസ്തു നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ വഴക്ക് മൂത്തപ്പോൾ സുഭാഷ് അങ്ങോട്ട് ചെന്ന് അച്ഛാ അച്ഛാന്നും പറഞ്ഞ് പിടിച്ച് മാറ്റിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിധിക്ക് ഭയങ്കരമായിട്ട് ഭയക്കുന്നുണ്ട്. നിധിയാണെങ്കിൽ ഇറങ്ങി പോവുകയാണ്. അപ്പം ഭാസ്കരൻ പറയാണ്, എന്നെ ആരും പഠിപ്പിക്കാനും എന്നെ ആരും നേരെയാക്കാൻ വരണ്ട. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് നിധി ആകെപ്പാടെ ഭയന്ന് വരച്ച് അവിടുന്ന് അങ്ങ് ഓടി പോവുകയാണ് പുറത്തേക്ക്. ഭാസ്കരനും അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് സുധീഷ് വരികയാണ്. സുധീഷ് വന്നിട്ട് ചോദിക്കുകയാണ്, നിധി എങ്ങോട്ടാണ് പോയത്? അവൾ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പം സുധീഷാണെങ്കിൽ സുഭാഷിൻ്റെ അടുത്ത് പറയാണ്, സുഭാഷ് ഏട്ടൻ, ഞാൻ ഇന്നലെ സുഭാഷ് ഏട്ടനെ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, ഞാൻ ഹരീഷിനെ അടിച്ചത് അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്ന് എനിക്കറിയാം, എന്നോട് പൊറുക്കണം സുഭാഷ് ഏട്ടാ എന്ന് പറയാണ്. എനിക്കറിയാലോ നീ എന്നെയല്ല അടിച്ചത്, നീ ഹരീഷുമായിട്ട് അടി ഉണ്ടാക്കിയത്, അതിൻ്റെ ഇടയ്ക്ക് എന്നെ അറിയാതെ അടിച്ചതാണെന്ന് എനിക്കറിയാലോ. എന്നാലും ഞാനാണെങ്കിൽ സുഭാഷ് ഏട്ടനെ അടിക്കുക, അതെനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ, അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് സുധീഷ് കരയുകയാണ്. രൂപേഷ് അവിടെ നിന്ന് കാണുന്നുണ്ട്. രൂപേഷിന് സങ്കടമൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നിധിയാണെങ്കിൽ ഒരു ഓട്ടോ വന്നിറങ്ങിയാണ്. അപ്പം സുഭാഷും സുധീഷും എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. അപ്പം നിധി വന്നിട്ട് സുഭാഷ് ഏട്ടൻ്റെ പറയാണ്, സുഭാഷ് ഏട്ടാ, ഞാനൊരു വീട് നോക്കാൻ പോയത്, എനിക്കൊരു വീട് ശരിയായി, ഞാൻ അങ്ങോട്ടേക്ക് മാറുവാണ് എന്ന് പറയുകയാണ്. നാളെ തന്നെ മാറുന്നുണ്ട് എന്ന് സുഭാഷിൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷിന് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. സുധീഷ് ഒന്നും മിണ്ടുന്നില്ല. മോൾ അതിനാണോ പോയതെന്ന് സുഭാഷ് ചോദിക്കുകയാണ്. അതിനാണ് ഞാൻ പോയത്, തന്നെ ഞാൻ ഇവിടുന്ന് പോകും സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞ് നിധി അങ്ങ് കയറിപ്പോവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് സുഭാഷിനും അതേപോലെ സുധീഷിനും സങ്കടമാവുന്നുണ്ട്. നിധിയാണെങ്കിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാനായിട്ട് റെഡി ആവണം. ഈ സമയത്താണെങ്കിൽ സുധീഷിനാണെങ്കിൽ ഭയങ്കര ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം പുറത്ത് നിൽക്കുന്ന നിധിയോട് വന്ന് സുധീഷ് സംസാരിക്കാൻ വരുമ്പം നിധിയാണെങ്കിൽ പെട്ടെന്ന് കയറി സുധീഷിൻ്റെ അടുത്ത് പറയുകയാണ്,
പോകുന്നതിന് മുമ്പ് താലി അഴിച്ച് തരണ്ടായോ സുധീഷേ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ തരുന്നുണ്ട് ചോദിക്കാനാണ് സുധീഷ് വന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് സുധീഷ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. ഇത് സുഭാഷ് കേൾക്കുന്നുണ്ട്. സുധീഷിന് ഭയങ്കര സങ്കടം വന്ന് സുധീഷ് അപ്പോഴത്തേക്ക് ചോദിക്കാനും പറയാനും വന്ന കാര്യം മിണ്ടാതെ അങ്ങ് പോവുകയാണ്. താലി ഊരിക്കൊടുത്ത് നിധി പോകാൻ തയ്യാറെടുക്കുകയാണ്. ഇത് സുധീഷിനും അതേപോലെ സുഭാഷിനും ആ കുടുംബത്തിലെല്ലാവർക്കും വലിയ സങ്കടം തന്നെയാണ്.